ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആരുടെയും പ്രഷർ മുഖേനയല്ല. ഇവർ സ്വയം തീരുമാനമെടുത്തേക്കാണ്. അതായത് എനിക്ക് എൻ്റെ പേഴ്സണുമായിട്ട് പുതിയ തുടക്കം കുറിക്കണമെന്ന്. ഇവരെ പ്രഷർ ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട്, പക്ഷെ അവരുടെ ആ ഒരു വാക്കുകളൊന്നും ഇവർ കേൾക്കുന്നില്ല. ഇവരുടെ ഇഷ്ടം എന്താണോ അതാണ് ഇവർ കേൾക്കുന്നത്. ഇവർ ഇവരെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇവരുടെ ആത്മാവിൻ്റെ വാക്കുകൾ ഇവർ കേൾക്കുകയാണ്. ഇവിടെ ഇവർക്ക് നിങ്ങളോട് ഒരു ഫയർ എനർജി സ്ട്രോങ് ആയിട്ടാണ് ഉള്ളത്. നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇവർ നിങ്ങളുമായിട്ട് പുതിയ തുടക്കം കുറിക്കുന്നത്. ഇവിടെ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് ഇവർ. ഇവിടെ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇവർ പറയുകയാണ്, അതായത് എനിക്ക് കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങളോട് പറഞ്ഞതായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഫിസിക്കലി ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് ഇവർക്ക് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് എന്തെങ്കിലും വഴക്കിട്ടാലും ഇവർ നിങ്ങളോട് പറയും, അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് ഉണ്ട് എങ്കിൽ ക്ഷമിക്ക്, എനിക്ക് ആ ഒരു കാര്യമേ ഓർമ്മയില്ല, എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്, അത് വിട്ട് കളഞ്ഞേക്ക് എന്നുള്ള രീതിയിൽ ഇവർ നിങ്ങളോട് സംസാരിക്കും. ഇവിടെ പാസ്റ്റിൽ ഇവർ നിങ്ങളോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിച്ച് കാണും. പക്ഷേ നിങ്ങളെ വീണ്ടും കാണുമ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ സംസാരിച്ചതായിട്ടുള്ള ഒരു പെരുമാറ്റവും നിങ്ങളുടെ അടുത്തേക്ക് ഇവർ കാണിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, അയ്യോ പാസ്റ്റിൽ ഇവർ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതാണല്ലോ, ഇപ്പോൾ ഒന്നും അറിഞ്ഞൂടാത്ത പോലെയാണല്ലോ എന്നോട് പെരുമാറുന്നത് എന്ന്. ഇവിടെ ഇവർ ഒന്നും ഓർമ്മിച്ച് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ സ്നേഹം മാത്രമാണ് ഇവർക്ക് വേണ്ടത്. അല്ലാതെ നിങ്ങൾ തമ്മിലുണ്ടായ വഴക്കോ അങ്ങനെയോ നിങ്ങൾ പറഞ്ഞ വാക്കുകളോ അല്ലെങ്കിൽ ഇവർ നിങ്ങളോട് പറഞ്ഞ വാക്കുകളോ അതൊന്നും ഇവർ ഓർമ്മിച്ച് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം, നിങ്ങളോടുള്ള ആ ഒരു കെയർ, ഇതൊക്കെയാണ് ഇവർ നിങ്ങളോട് കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവർ ദേഷ്യത്തിൽ നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിവർ മാറ്ററായിട്ട് വയ്ക്കുന്നില്ല. ഇവർ അത് മറന്നുപോയി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ എനർജി നോക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ ഒത്തിരി കാര്യങ്ങൾ, അതായത് നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിച്ചു. പക്ഷേ ഇപ്പോൾ ഇവിടെ സ്നേഹം മാത്രമാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തോ ഒരു ഹെവി കർമാസ് ഇവർക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തെങ്കിലും ഒരു മാറ്ററിൽ ഇവർ പെട്ടുപോയി കാണും. ഇല്ലെങ്കിൽ ഇവർക്ക് ചെയ്തു തീർക്കാനുള്ള എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റിയോ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഇവിടെ ഇവർക്കൊരു പെട്ടെന്നൊരു ആക്ഷൻ എടുക്കുവാതിരിക്കുവാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ ശനി ഭഗവാന്റെ വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. ശനി ഭഗവാൻ വളരെ സ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവർ ഏത് സിറ്റുവേഷനിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കാതെ, ആക്ഷൻ എടുക്കാൻ സാധിക്കാതെ ഇരിക്കുന്നത്. ശനി എത്ര സ്ലോ ആയാലും ഇവർ നിങ്ങളോട് കൂടെ ഒരു ഇൻജസ്റ്റിസ് കാണിക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാരുടെ പേഴ്സൺ ഇപ്പോഴും ബാലൻസിലല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാരുടെ പേഴ്സൻ്റെ മെസ്സേജ് ഇതായിരിക്കും, അതായത് കുറച്ചും കൂടെ ടൈം നിങ്ങളോട് ഇവർ ചോദിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ പറയുന്നതാണ്, അതായത് ഞാൻ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളല്ലാതെ എനിക്ക് വേറെയും സിറ്റുവേഷൻസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതും എനിക്ക് നോക്കിയേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഇവർ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ലോജിക്കൽ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അവർക്ക് കരിയർ ശ്രദ്ധിക്കണം, അവരുടെ വീട്ടുകാരെക്കുറിച്ച് ശ്രദ്ധിക്കണം, അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും, അത് ശ്രദ്ധിക്കണം. അപ്പോൾ കുറച്ചൊന്ന് ലോജിക്കായിട്ട് ചിന്തിച്ച് നിർണയം എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരിക്കലും ഇവർ നിങ്ങൾക്ക് നേരെ അന്യായം കാണിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ന്യായം തരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ട് ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനമെടുക്കുന്നത്. കാരണം നിങ്ങളില്ലാതെ ഇവർക്ക് പറ്റത്തുമില്ല. നിങ്ങളോട് അത്ര സ്നേഹവുമുണ്ട് ഇവർക്ക്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സമയം ചോദിക്കുന്നതാണ്. ഒരു ശരിയായ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കാം എന്നുള്ള രീതിയിൽ ഇവർ ഒരു സമയം നിങ്ങളോട് ചോദിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങൾ ഇവരെ വിശ്വസിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ആരെയും പേടിച്ചല്ല ഇവർ ബാക്ക്വേർഡ് പോകുന്നത് എന്നും ഇവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇവർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഒരു ആക്ഷൻ എടുക്കാം. പക്ഷെ ഇവർ നോക്കുന്നത് എല്ലാ ആ കാര്യത്തിനും ഒരു ശരിയായ ഒരു രീതിയുണ്ട്, അതനുസരിച്ച് വേണം ചെയ്യുവാൻ എന്നാണ്.
ഇവർ ഒരു ബന്ധത്തിന് വേണ്ടി കുറേ ബന്ധങ്ങൾ ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു ശരിയായ സമയം ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുവാൻ ഇവർ തീരുമാനിച്ചത്. ഇവിടെ ഇവർ എല്ലാവരുടെയും സമാധാനവും സന്തോഷവുമാണ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഇവർ ഇപ്പോൾ എഫേർട്ട് എടുക്കാതെ കുറച്ചും കൂടെ നല്ല സമയം ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, ഇവർക്ക് നിങ്ങളെക്കുറിച്ച് ഒത്തിരി ഓർമ്മകൾ വരുന്നു എന്നാണ്. അതായത് നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നു. ഇവർ നിങ്ങളിൽ നിന്ന് ദൂരെയാണ് ഉള്ളത് എങ്കിൽ എപ്പോഴും നിങ്ങളുടെ ഓർമ്മകൾ ഇവർക്ക് വരുന്നു. ഇവിടെ നിങ്ങൾ മാരീഡ് കപ്പിളായാലും അൺമാരീഡ് കപ്പിളായാലും നിങ്ങളിപ്പോൾ ഡിസ്റ്റൻസിലുള്ളവരാണ് എങ്കിൽ ഇവർക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇവർ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു, ഇവർക്ക് നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട് എന്നാണ്. ഇവിടെ നിങ്ങൾ കോണ്ടാക്റ്റിലുള്ളവരാണ്, നിങ്ങൾക്ക് ഫിസിക്കലി കാണാൻ സാധിക്കുന്നില്ല എങ്കിലും ഇവർ ഒത്തിരി നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ നിങ്ങളെ ഫേസ് ടു ഫേസ് കാണുവാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരുവാനും ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ ഇവർ നിങ്ങളോട് പറയുന്നതാണ്, അതായത് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം ഞാൻ അത് തരാം എന്നുള്ള രീതിയിൽ ഗിഫ്റ്റായിട്ട്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് നിങ്ങൾക്ക് വേണ്ടി വന്നിട്ട് ആക്ഷൻ എടുക്കുമോ അതോ നിങ്ങളെ പകുതിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുമോ എന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിന് ഇവർ ക്ലിയർ ആയിട്ട് പറയുകയാണ്. ഇവർ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ടും ആക്ഷൻ എടുക്കുന്നതാണ്. മുന്നോട്ട് ഇവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും, നിങ്ങളെ വിട്ടിട്ട് പോകത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ ഇവർ നിങ്ങളുടെ കൂടെ നടക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇവരുടെ ഫാമിലിയുടെ പാർട്ടാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവർ ആഗ്രഹിക്കുന്നത് എല്ലാം നല്ല രീതിയിൽ നടക്കണമെന്നാണ്. അപ്പോൾ ഇവർ ആക്ഷൻ ഉറപ്പായിട്ടും എടുക്കുന്നതാണ്. ഈ ഒരു തീരുമാനം ഇവർ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ശരിയായ ഒരു സമയത്തിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇവരുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ തന്നെയായിരിക്കും ഉണ്ടാവുക. നിങ്ങളുമായിട്ട് ഒരു കംപ്ലീഷൻ വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇവരുടെ ജോബിൽ ഡിസ്റ്റൻസ്, നിങ്ങളുമായിട്ട് ജോബിൽ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഇവർ പഠിക്കുന്നത് ഡിസ്റ്റൻസിലായിരിക്കാം. എന്തെങ്കിലും ഒരു ഡിസ്റ്റൻസ് ഇവർക്കിടയിലുണ്ട് എന്ന് അത് എല്ലാം സെറ്റിലാക്കിയതിന് ശേഷം മാത്രമേ ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ സാധിക്കുകയുള്ളൂ. അതായത് ഡിസ്റ്റൻസ് ഉള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ മെസ്സേജാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ഡിസ്റ്റൻസിൽ വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങളുടെ പാർട്ട്ണർ, അല്ലെങ്കിൽ പഠിക്കുന്നവരാണ് നിങ്ങളുടെ പാർട്ട്ണർ എങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ വ്യക്തമായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാം സെറ്റിലാക്കിയിട്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. ഇവർ നിങ്ങളുമായിട്ടൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു ബന്ധമല്ല ആഗ്രഹിക്കുന്ന, ഒരു ലോങ് ടേം ബന്ധമാണ് ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരം കേൾക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ശബ്ദം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ മെസ്സേജ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നതാണ്, എനിക്ക് കോൾ ചെയ്യണം, കോളിൽ കൂടെ നമുക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെയും ഇവർ പറയുന്നതാണ്. ചിലപ്പോൾ വീഡിയോ കോൾ ചെയ്യുവാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവർ ആഗ്രഹിക്കുന്ന നിങ്ങൾ എപ്പോഴും ഇവരിൽ വിശ്വാസം വയ്ക്കണമെന്ന്. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവർക്ക് വളരെ ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. നിങ്ങളാണ് ഇവരുടെ ശക്തി. നിങ്ങൾ കൂടെ ഉണ്ട് എങ്കിൽ ഇവർക്കൊരു പവർഫുള്ളായിട്ടുള്ളൊരു ശക്തി കൂടെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും മോശമായ അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി കൊണ്ടാണ് ഇവർക്ക് പെട്ടെന്ന് ഹീലിംഗ് കിട്ടുന്നത്. ഇവിടെ ഇവർക്ക് തോന്നുന്നത് നേച്ചറിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എന്ത് വൈബ്സും എന്ത് പോസിറ്റിവിറ്റിയാണോ കിട്ടുന്നത്, എന്ത് എനർജിയാണോ കിട്ടുന്നത്, അതേപോലെയാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ എന്നാണ് ഇവർക്ക് തോന്നുന്നത്. നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ഇവരുടെ ഹൃദയവും മനസ്സും എപ്പോഴും ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഈ ഒരു റീഡിംഗ് ആർക്കൊക്കെയാണ് പെട്ടെന്ന് റെസൊനേറ്റ് ആകുന്നത് എന്ന് നോക്കാം. ഏതൊക്കെ ആൽഫബറ്റിനാണ് എന്ന് നോക്കാം നമുക്ക്. VAMQXYJBX ഇത്രയും ആൽഫബറ്റിനാണ് ഈ ഒരു റീഡിംഗ് പെട്ടെന്ന് റെസൊനേറ്റ് ആകുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്ററോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്ററോ അല്ലെങ്കിൽ അവരുടെ ഇനിഷ്യലോ നിങ്ങളുടെ ഇനിഷ്യലോ ആയിരിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.